കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും, കുറച്ച് ദിവസങ്ങളായി നമ്മളുടെ ചാനലിൽ വന്നിട്ട് വ്യൂസ് വളരെ കുറവാണ്. എല്ലാവരും എന്നോട് പറയാറുണ്ട് വ്യൂസ് വളരെ കുറവാണെന്ന്. വലിയ വലിയ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു 4 ലക്ഷത്തിന് മുകളിൽ സബ്ബുള്ള എൻ്റെ ഒരു ക്രിയേറ്റർ ഫ്രണ്ടുണ്ട്. അപ്പോൾ പറയുകയുടെ മുമ്പൊക്കെ ഡോളേഴ്സ് നന്നായിട്ട് കയറുമായിരുന്നു, നല്ല ഏർണിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് വ്യൂസ് വളരെ കുറവാണ്, കയറുന്നേ ഇല്ല, വളരെ ഡൗൺ ആണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് ഇടാനായിട്ട് ഒരു മൂഡുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വ്യൂസ് വന്നിട്ട് കുറയുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് വീഡിയോസ് ഇടാനുള്ള മൂഡ് പോകും, ഇൻട്രസ്റ്റ് പോവുകയാണ്. ഏതൊരു ക്രിയേറ്റേഴ്സിനും അവരുടെ വീഡിയോ വന്നിട്ട് യൂട്യൂബിൽ റോക്കറ്റ് പോലെ കുതിച്ച് കയറണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ പാഞ്ഞാലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. നമുക്ക് സബ്ബ് കിട്ടുകയുള്ളൂ, വാച്ച് ടൈം കിട്ടുകയുള്ളൂ, ഡോളേഴ്സ് കിട്ടുകയുള്ളൂ, നമുക്ക് നല്ലൊരു ഫാമിലീനെ കിട്ടുകയുള്ളൂ, വീഡിയോസ് കാണാനായിട്ടുള്ള ഓഡിയൻസിനെ കിട്ടുകയുള്ളൂ. ഇതൊക്കെ നടക്കണമെങ്കിൽ വ്യൂസ് കുത്തനെ കയറണം. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ആണെങ്കിലും യൂട്യൂബിലെ വീഡിയോസിന് ഏറ്റവും വേണ്ട ഘടകം എല്ലാ പ്ലാറ്റ്ഫോമും പോലെ തന്നെ നല്ല വ്യൂസ് വേണം. അപ്പോൾ അത് വന്നാൽ ബാക്കിയൊക്കെ തനിയെ പിറകിൽ വന്നോളും. കാരണം വ്യൂസ് കയറിയാൽ എല്ലാം തനിയെ വന്നുകൊണ്ടേയിരിക്കും, സബ്ബ് കൂടും, എല്ലാം പെട്ടെന്ന് കൂടും. തുടങ്ങിയവരോട് നമ്മൾ ചാനൽ ആദ്യം പുതിയ യൂട്യൂബേഴ്സ് തുടങ്ങിയവരോട് നമ്മൾ എപ്പോഴും പറയും, നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കൂ. പിന്നെ ഒരു 150, 200 വീഡിയോസൊക്കെ സാധാരണ ഇടേണ്ടി വരും. അതിലൊരു വീഡിയോ എങ്കിലും ക്ലിക്കായാൽ മതി. ബാക്കിയുള്ള എല്ലാ വീഡിയോസും, അതായത് നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവർ പഴയ വീഡിയോസും ഒക്കെ ക്ലിക്ക് ചെയ്ത് കാണുമ്പോഴേക്ക് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാച്ച് അവേഴ്സും ഒക്കെ കൂടും. ആ ഒറ്റ ഒരു വീഡിയോ മതി പിന്നീട് നമ്മൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ മറ്റുള്ള വീഡിയോസും നമ്മുടെ ചാനലും ഒക്കെ ശ്രദ്ധിക്കപ്പെടാനായിട്ട് തുടങ്ങും. ഇപ്പോഴും ഈ ചാനലിൽ പുതിയ ക്രിയേറ്റേഴ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ്, അതായത് പലരുടെ മുമ്പിൽ നമ്മുടെ വീഡിയോസ് ഇപ്പോഴും എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും യൂട്യൂബിൽ നടക്കുന്ന അൽഗോരിതത്തിൻ്റെ മാറ്റം, ചെറിയ ചെറിയ ചേഞ്ചസ് നടക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ചസ് നടക്കുമ്പോഴേക്കും ഇത് യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ്. കാരണം അങ്ങനെ ചേഞ്ചസ് വരുത്തുമ്പോൾ ചെറിയൊരു ബഗ് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും ഒരു 10-15 ദിവസം വരെയോ ഒരു മാസം വരെയോ ഒക്കെ ഇതിങ്ങനെ നിൽക്കും ഈ ബഗ്. കാരണം വ്യൂസും ഇംപ്രഷൻസും ഒന്നും പോകില്ല. കാരണം ഇംപ്രഷൻസ് ആളുകളിലേക്ക് പോയാലേ അത് ആൾക്കാർ വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് ആയിട്ടുള്ളത് കാണുകയുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ പോകുന്നതും സ്റ്റോപ്പാകും, പലർക്കും നോട്ടിഫിക്കേഷൻസ് ഒന്നും പോകില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുക, ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി സ്ഥിരമായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷേ കുറച്ച് കാലമായിട്ട് ആളിനെ കാണുന്നേ ഇല്ല. കാരണം എന്താണ്, അവർക്ക് നോട്ടിഫിക്കേഷൻസ് പോകുന്നില്ല, റെക്കമെൻഡേഷൻസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ചാനൽ വന്നിട്ട് സബ് ചെയ്യാതെ നമ്മുടെ ഒരു വീഡിയോ കണ്ടു കാണും, ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടു കാണും, പക്ഷെ സബ് ചെയ്ത് കാണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പിന്നീട് വന്നിട്ട് അയാളുടെ വീഡിയോ ഇത് വെച്ചിട്ട് റെക്കമെൻഡ് ആയി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ്, ഈ റെക്കമെൻഡേഷൻസൊക്കെ ഈ പോകാതെ സ്റ്റോപ്പ് ആകുമ്പോഴേക്കും വ്യൂസ് വളരെ ഡൗൺ ആകും. അതുകൊണ്ടിട്ട് ആരും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകാൻ പാടില്ല. ഇതെല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ മാത്രം ഇങ്ങനെയെന്ന്. ചിലരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരു വീഡിയോ ഇടും, പിന്നെ കുറേ കാലം മാറി നിൽക്കും, യൂട്യൂബിലോട്ട് വരാറേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇടയ്ക്ക് വന്നിട്ട് 1-2 വീഡിയോസൊക്കെ ഇട്ടിട്ട് പോകും. എന്നിട്ട് എന്താ അവർ പറയുന്നതെന്ന് വെച്ചാൽ വ്യൂസ് ഒട്ടും വരുന്നില്ല എന്ന് പറയാം. അപ്പം ഒരുപാട് പേര് ധാരാളം കഷ്ടപ്പെട്ട് തന്നെ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് നിരന്തരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട്. ആ ഒരു സ്ട്രഗിളിൻ്റെ ഫലം ഇന്നല്ല നാളെ എന്തായാലും നമ്മൾക്ക് ഈ കഷ്ടപ്പാടിൻ്റെ ഫലം ലഭിക്കും. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഉഴപ്പാതെ സത്യസന്ധമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുക. ബാക്കി ഉള്ളത് പിറകെ വരും. വ്യൂസ് ഡൗൺ ആകുന്നത് കൊണ്ട് ആരും വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടം കടന്നു കൂടുമ്പോഴേക്കും പിന്നെയും വീഡിയോസ് കൂടാനായിട്ട് വ്യൂസ് കൂടാനായിട്ട് തുടങ്ങും. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ഇലക്ഷൻ്റെയും പിന്നെ IPLൻ്റെയൊക്കെ തിരക്കുള്ള സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വളരെ പ്രധാനപ്പെട്ട ഇലക്ഷനാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഘട്ടം ഘട്ടമായിട്ട് എല്ലാ സ്റ്റേറ്റ്സിലും ഓരോരോ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആളുകളുടെയൊക്കെ ശ്രദ്ധ ഇപ്പോൾ അങ്ങോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് യൂട്യൂബിൽ വരുന്ന അവരുടെ വീഡിയോസിൻ്റെ വ്യൂസ് കുറഞ്ഞു തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മൾക്കായിട്ടുള്ളൊരു സമയം വരുന്നത് വരെ അത് എപ്പോഴാണെന്നുള്ളത് ആർക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. അതുവരെ എല്ലാവരും ക്ഷമയായിട്ട് കാത്തിരിക്കുക, കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ധാരാളം പേര് നിരാശരായിട്ടുള്ളവരുണ്ടാവും. ഒരുപാടൊക്കെ ശ്രമിച്ചിട്ടും 2-3 വർഷമൊക്കെ ആയിട്ട് ഒന്നും നല്ല രീതിയിൽ പോകുന്നില്ല. അപ്പോൾ അവരൊക്കെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരും ഒരുപാട് പേര് ഈ നെഗറ്റീവ് കമൻസും ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഇടാറുണ്ട്. പക്ഷേ
ഒന്നും നമ്മളുടെ കൈകളിലല്ല, ലക്കിൻ്റെ ബേസിസിലാണ്. എല്ലാവർക്കും ഫെയ്റ്റ് അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്താണെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കണ്ടൻറ്റ് ഉണ്ടാക്കുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ ചെയ്യുക. ഈ പറയുന്ന പോലെ നല്ല തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, നമ്മളുടെ ഭാഗത്തു നിന്നും ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. അതുപോലെ ബാക്കിയുള്ള കാലങ്ങളിൽ നമ്മൾക്കതിൻ്റെ നല്ലൊരു ഫലം കാണാൻ തുടങ്ങും. ഇതുപോലെയുള്ള വീഡിയോസും നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഇതിനു മുമ്പും പല ടോപ്പിക്സിലും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് ഒന്ന് പോയി കാണുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് എന്നും രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 9 മണിക്ക് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.